പേര് മാറ്റണം. ഇവർ പറയുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ ക്ഷമയോടെ കേട്ടിരുന്നില്ലേ? എനിക്ക് പറയാൻ സമയം തരൂ. ആ ജിഹാദിക്ക് അല്പം സമയം കൊടുക്കും. എനിക്ക് ഇയാളുടെ 4 വർത്താനം പറയാൻ എന്താ പറയാണെന്ന് അസ്വസ്ഥത കാണിക്കണത്? പറയൂ, തോന്നിവാസം പറയൂ ജിഹാദി പ്ലീസ്. മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗാ നിന്നോട് എനിക്ക് പറയാൻ തോന്നുന്നത്. നിന്റെ അല്ല എന്റെ. ആ ജാതി ജിഹാദി പ്രയോഗം മോഹൻലാൽ പറഞ്ഞതാ നിന്നോട് എനിക്ക് പറയല്ലേ. എനിക്ക് പറയാനുള്ളത് ആ ചെറിയ സ്പാനറിംഗ് എടുക്കും, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഈ ജിഹാദി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാണ്. ജനം ടി വി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഒരു വിഷയത്തിൽ സംസാരിക്കാൻ സമയമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മാത്രമല്ല രാഷ്ട്രീയ ചർച്ചയ്ക്ക് താല്പര്യമുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഇസ്ലാമിനെ എന്താ പറയുക നിശിതമായി വിമർശിക്കാൻ വേണ്ടി കൂലിത്തൊഴിലാളി ആയി നടക്കുന്ന 2 പേരെ ഇരുത്തി നിരന്തരമായി ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി ആ പേര് പറയട്ടെ. പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഞാൻ എനിക്ക് സംസാരിക്കാൻ പ്രയാസം. നിങ്ങൾ 3 പേർക്ക് 45 മിനിറ്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ സംസാരിക്കും, നിങ്ങൾ ഇടപെടരുത്. ഒന്ന്, ബിജെപിയുടെ നേതാവ് പ്രശാന്ത് ശിവൻ ഒക്കെ ഒരു സംഘടനയുടെ പ്രതിനിധിയാണ്. ഞാൻ ഉത്തരവാദപ്പെട്ട യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹിയാണ്. വേറെ 2 പേരെ നിങ്ങൾ ഈ സ്റ്റുഡിയോയിൽ സ്ഥിരമായി ഇരുത്തിയിട്ട് അവർ മുസ്ലിം നാമധാരികളാണ് എന്നുള്ളത് കൊണ്ട് എന്ത് തോന്നിവാസം വിളിച്ചു പറയാൻ അവർക്ക് ജനം ടി വി ലൈസൻസ് കൊടുത്താൽ നിങ്ങൾ കൊടുത്തോളി, നിങ്ങളുടെ ചാനൽ ഞാൻ കുഴപ്പമൊന്നുമില്ല. തോന്നിവാസം പറയാൻ നിങ്ങൾക്ക് മാത്രമല്ല നമുക്കും അവകാശമുണ്ട്. ഓക്കേ, തോന്നിവാസം ആർക്കും പറയാം, നിങ്ങൾക്കും പറയാം, എനിക്കും പറയാം. സ്റ്റാനിസ്ലാവ്സ്കി, ഇത് വെറും തുടക്കമാണ്. സംസാരിക്കാൻ താല്പര്യമില്ല. ജിഹാദികൾക്ക് മാത്രമല്ല സംഘികൾക്കും പറയാം. ഓക്കെ, സംഘികൾക്ക് മാത്രമല്ല ജിഹാദികൾക്കും പറയാൻ പറ്റുന്നത് പോലെ ജിഹാദികൾക്ക് പറയാൻ പറ്റുന്നത് പോലെ സാക്കിറിനെ പോലുള്ള ജിഹാദികൾക്ക് മാത്രമല്ല സംഘികൾക്കും പറയാം. ബോധപൂർവം നിങ്ങളുടെ ജിഹാദി തരവിടെ എടുക്കല്ലേ, നിങ്ങൾ വിഷയത്തിലേക്ക്. ഞാൻ ഇവര് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടിരുന്നോ? ഞാൻ ഇടപെട്ടിരുന്നോ? ഇവർ പറയുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ ക്ഷമയോടെ കേട്ടിരുന്നില്ലേ? എനിക്ക് പറയാൻ സമയം തരൂ. ആ ജിഹാദിക്ക് അല്പം സമയം കൊടുക്കും. ഇവരെന്താ അസ്വസ്ഥത കാണിക്കണത്? പിന്നെ പറയൂ, തോന്നിവാസം പറയൂ ജിഹാദി പ്ലീസ്. മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗാ നിന്നോട് എനിക്ക് പറയാൻ തോന്നുന്നത്. നിന്റെ അല്ല എന്റെ. ആ ജാതി ജിഹാദി പ്രയോഗം മോഹൻലാൽ പറഞ്ഞതാ നിന്നോട് എനിക്ക് പറയല്ലേ. എനിക്ക് പറയാനുള്ളത് ആ ചെറിയ സ്പാനറിംഗ് എടുക്കും, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഈ ജിഹാദി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. കേട്ട് പോകാൻ വന്നവനല്ല ഞാൻ. നീ അത് മനസ്സിലാക്കില്ല. ഒന്ന് നീലിമ, ഒന്ന് സംസാരിക്കാൻ സമയം തരൂ. ഒരു മര്യാദ ഇല്ലേ അയാൾക്ക്? ഞാൻ പറഞ്ഞതിന് ശേഷം സമയം കൊടുത്തോളി. 10-15 മിനിറ്റ് നിങ്ങൾ സമയം കൊടുത്തല്ലേ ഇവർക്കൊക്കെ? എനിക്ക് ഞാൻ ഇവരെ പോലെ നാഥനില്ലാത്ത ആളല്ല. ഒരു പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട ആളാണ് ഞാൻ. ഞാൻ വെറുതെ വന്നിരുന്നിട്ട് ഇവർക്ക് കേട്ട് പോകാൻ വന്നതാ. ഞാൻ പറഞ്ഞല്ലോ, പ്രശാന്ത് ശിവൻ പറഞ്ഞത് ഞാൻ വളരെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ആശയത്തെ, ആദർശത്തെ, സംസാരത്തെ, അത് അദ്ദേഹത്തിന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ നിലപാടാ. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ബോധ്യമായിട്ട് സംഗതികളാണ്. അത് പറയാൻ സമയം തരാതെ ഈ നാഥനില്ലാത്ത ടീമിന്റെ സംസാരം കേൾക്കാൻ ദയവ് ചെയ്ത് വിളിക്കും. അല്പം മര്യാദയുള്ള മാന്യതയുള്ള ആളുകളൊക്കെ ആവണ്ടേ? ഞാൻ ആ പ്രശാന്ത് ശിവനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്രശാന്ത് ശിവനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്രശാന്ത് ബിജെപി നേതാവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? അദ്ദേഹത്തിന് ആശയത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്, പക്ഷെ അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചിട്ടില്ലല്ലോ. പിന്നെ ഈ എന്താ പറയാ, ഇല്ല കഥ എന്ന് പറഞ്ഞ് അവർക്ക് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കും, സമയം കൊടുത്തോളി, കുഴപ്പമൊന്നുമില്ല.
ഒന്ന് സംസാരിക്കാൻ ഒന്ന് ക്ഷമ കാണിക്കുക എന്റെ സഹോദര. അത് പറയാം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് സംസാരിച്ചോളൂ. നിങ്ങൾ ആരിഫ് ഹുസൈൻ ഇഷ്ടമുള്ള ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിന് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? പറഞ്ഞോ. ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന് വലിയ പരാതിയുണ്ട്, സമയം കൊടുക്കുന്നില്ല എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. താങ്കൾ പറയൂ, ഷാക്കിർ പറയൂ. ഷാക്കിർ, ഈ ഒരു വാദഗതി ഞാനൊരു ചോദ്യം തൽക്കാലം ഇത്രയും മതി. വരട്ടെ.